Next, let W be a set of singular matrices of order 2. Show that W is not a subspace of M 2 by 2 with a standard operation. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ സിംഗുലർ മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിംഗുലർ മെട്രിക്സിൻ ഒരു സെറ്റ് ഒരു സബ്സ്പേസ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനകത്ത് 0 എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. സീറോ ഇതിന് ഡിറ്റർമിനന്റ് 0 ആണ്. അതുകൊണ്ട് 0 അതിൻ്റെ അകത്തുണ്ട്. ഇനി നമ്മൾ ഡിറ്റർമിൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? 0 ആണ്. അതുകൊണ്ട് എ നോൺ സിംഗുലർ ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ബിയോ അതും 0 ആണ്, അതും സിംഗുലർ ആണ്. അങ്ങനെയാണ് എ പ്ലസ് ബിയോ, എ പ്ലസ് ബി എന്ന് പറയുന്ന ഇതാണ് കിട്ടുന്നത്, അത് I2 ആണ്. അതിൻ്റെ ഡിറ്റർമിനന്റ് 0 അല്ല, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പം എന്തല്ല, അത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ശരിയല്ല. അപ്പം നമുക്കിനി മുകളിലേക്ക് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സിംഗുലർ മെട്രിക്സിൻ്റെ 2 by 2 സിംഗുലർ മെട്രിക്സ് എന്തല്ല, ഒരു സബ്സ്പേസ് അല്ല. 2 by 2 മെട്രിക്സിൻ്റെ സബ്സ്പേസ് അല്ല 2 by 2 സിംഗുലർ മെട്രിക്സ്. ഇനി നമ്മൾ വേറൊരു ഉദാഹരണം, ഷോ ദാറ്റ് W equal to x1 x2 greater than 0 with standard operation is not a subspace of R square. ഇവിടെ x1ഉം x2ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഇത് നോട്ട് എ സബ്സ്പേസ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുക, സി എന്ന് പറയുന്ന -1 എടുക്കുക. അപ്പോൾ സി ഇൻറ്റു ബി അതിതാണ്, ഇത് രണ്ടും x1ഉം x2ഉം ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പോൾ ഇത് ഡബ്ല്യൂവിലില്ല, മനസ്സിലായില്ലേ? ഇത് സി വി അതിൻ്റെ അകത്തില്ല. അതുകൊണ്ട് എന്തല്ല, ഈ നമ്മൾ ഒരു ഓർഡേർഡ് പെയേഴ്സ് എടുത്തു, രണ്ട് എലമെൻറ്റും 0യിൽ കൂടുതലാണെങ്കിൽ നമ്മളിത് ആദ്യം വി എടുത്തു, വി ഓർഡേർഡ് പെയേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് ഡബ്ല്യു എടുക്കുന്നതിന് ഡബ്ല്യുവിൻ്റെ അകത്തുള്ള ഓർഡേർഡ് പെയറിൻ്റെ രണ്ട് എലമെൻറ്റും ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിലൊരു എലമെൻ്റാണ് നമ്മൾ എടുത്തത്, വി എന്ന് പറയുന്ന എലമെൻറ്റ്. ഇതാണ്. അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, അത് ഡബ്ല്യുക്കകത്ത് ഉണ്ടാവില്ല. അതിന് രണ്ട് എലമെൻറ്റും മൈനസ് ആയിരിക്കും. ഡബ്ല്യുക്കകത്തുള്ള എല്ലാ എലമെൻറ്റിൻ്റെ കോർഡിനേറ്റ് പോസിറ്റീവാണ്. അപ്പം -1 വി എന്താണ്, -1 വി -1 -2 ആണ്. അത് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, ഡബ്ല്യുവിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അത് ഡബ്ല്യുവിന് പുറത്ത് വിക്കകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തല്ല, ഈ ഡബ്ല്യു എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റും 0യിൽ കൂടുതലാണെങ്കിൽ ഈ ഡബ്ല്യു ഒരു സബ്സ്പേസ് അല്ല. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അടുത്ത് തിയറം, ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സബ്സ്പേസ് ഈസ് എ സബ്സ്പേസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ വിയും ഡബ്ല്യു യു എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. യു അത് ഒരു വെക്ടർ സ്പേസ് ആണ്. അതിൻ്റെ അകത്തുള്ള രണ്ട് സബ്സ്പേസ് ആണ് വിയും ഡബ്ല്യു. നമുക്ക് ഈ വി ഇൻറ്റു ഡബ്ല്യു ഇതൊരു സബ്സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് നോൺ എം ടി ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ടു ഷോ ദാറ്റ് വി ഇന്റർസെക്ഷൻ ഡബ്ല്യു ഈസ് നോൺ എം ടി, അതിനകത്ത് 0 ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ വിക്കകത്ത് 0 ഉണ്ട്, കാരണം വി ഒരു സബ്സ്പേസ് ആണ്. എന്താ, വി ആൻഡ് ഡബ്ല്യു ആർ സബ്സ്പേസസ്. അതുകൊണ്ട് എന്താണ്, വിയും ഡബ്ല്യുവും സബ്സ്പേസ് ആണ്. വി ആൻഡ് ഡബ്ല്യു ആർ സബ്സ്പേസസ് കണ്ടെയ്ൻ 0 വെക്ടർ. അതുകൊണ്ട് എന്താ, വിക്കകത്ത് 0 ഉണ്ട്,
ഡബ്ല്യുവിൻ്റെ അകത്തും സീറോ ഉണ്ട്. അതുകൊണ്ട് എന്താ സീറോ വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൻ്റെ അകത്തും ഉണ്ടാകും. സീറോ ഈസ് ആൻ എലമെൻ്റ് ഇൻ വി ആൻഡ് സീറോ ഈസ് ആൻ എലമെൻ്റ് ഇൻ ഡബ്ല്യു. അതുകൊണ്ട് സീറോ ഈസ് ആൻ എലമെൻ്റ് ഇൻ വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യു, രണ്ടിലും ഉണ്ടാവും. അടുത്തത് ഇനി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? യുവും വിയും ഡബ്ല്യു ഇൻ്റർസെക്ഷനിൽ ഉണ്ട്. യുവും വിയും വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൻ്റെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വിയും വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൻ്റെ അകത്തുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വി എന്താ? സബ്സ്പേസ് ആണ്. യുവും നമ്മളാദ്യം പ്രൂവ് ചെയ്യുന്നത് യുവും വിയും വിയിലുണ്ട്, യുവും വിയും ഡബ്ല്യുവിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യുവും വിയും വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. യുവും വിയും വിയിലുള്ളത് കൊണ്ട് വി ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് യു പ്ലസ് വി വിയിലുണ്ട്. ഇനി രണ്ടാമത് യുവും വിയും ഡബ്ല്യുവിലുണ്ട്, അതുകൊണ്ട് യു പ്ലസ് വിയും ഡബ്ല്യുവിലുണ്ട്. അപ്പോൾ യു പ്ലസ് വി വിയിലും ഉണ്ട്, യു പ്ലസ് വി ഡബ്ല്യുവിലും ഉണ്ട്. അതുകൊണ്ട് യു പ്ലസ് വി എന്തുണ്ട്? വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലും ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തും ഉണ്ട്, യു പ്ലസ് വി അതിൻ്റെ അകത്തും ഉണ്ട്. ഇനി സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുക്കേണ്ടത്. വളരെ സിമ്പിളാണ്. യു വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലുണ്ട്. സി ഒരു സ്കെയിലറാണ്. അങ്ങനെയാണെങ്കിൽ യു എന്ത് ചെയ്യാം? വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലുള്ളതുകൊണ്ട് വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലുള്ളതുകൊണ്ട് വിയിലും ഉണ്ട്, വിയിലുണ്ട്. വിയിലുണ്ടെങ്കിൽ സി യു ഉണ്ടാവും വിയിൽ. പിന്നെ വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിൽ ഉള്ളത് കൊണ്ട് യു എന്താവും? ഡബ്ല്യുവിലും ഉണ്ടാവും. അപ്പോൾ എന്താണ്? സി യു ഡബ്ല്യുവിലും ഉണ്ട്. അങ്ങനെയാണ് സി യു വിയിലും ഉണ്ട്, സി യു ഡബ്ല്യുവിലും ഉണ്ടെങ്കിൽ സി യു എന്തുണ്ടാവും? സി യു വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിലും ഉണ്ട്. അതുകൊണ്ട് എന്താണ്? വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്താണ്? ഒരു സബ് സ്പേസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. വെരിഫൈ ദാറ്റ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഡബ്ല്യു ഇതാണ്. വി എന്ന് പറയുന്നത് വിക്കകത്ത് എന്താ? വിക്കകത്ത് 4 എലമെൻ്റാണ് ഉണ്ടാകുക. x1, x2, x3, x4. 4 n ട്യൂപ്പിൾസ്. R4ലെ എലമെൻ്റാണ്. വി R4ലെ ആണ്. ഡബ്ല്യുവിൻ്റെ അവസാനത്തെ എലമെൻ്റ്, ആദ്യത്തെ എലമെൻ്റ് y1, y2, y3, അടുത്ത 0 ആയിരിക്കും. അപ്പോൾ ഡബ്ല്യുവിൻ്റെ അകത്തുള്ള അവസാനത്തെ എലമെൻ്റ് എല്ലാം 0. അതും R4ലെ ഒരു എലമെൻ്റ്, ഒരു സബ് സ്പേസാണ്. വിയുടെ സബ്സെറ്റാണ് ഡബ്ല്യു. അങ്ങനെയാണ് ഡബ്ല്യു ഒരു സബ് സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. വിയിലകത്ത് 4 കോർഡിനേറ്റ് ഉണ്ടാവും. വിക്കകത്ത് 4 കോർഡിനേറ്റ് ഉണ്ടാവും. എല്ലാ എലമെൻറ്റും 0 ആകണമെന്ന് നിർബന്ധമില്ല. ഡബ്ല്യുവിൻ്റെ അകത്ത് 4 എലമെൻ്റ് ഉണ്ട്, 4ാമത്തെ എലമെൻ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വിയുടെ സബ്സെറ്റാണ് ഡബ്ല്യു. ഈ ഡബ്ല്യു ഒരു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? 0 ഉണ്ടെന്ന് പറയുന്നത്. 0 അവസാനത്തെ എലമെൻറ്റ് 0 ആണ്. 0 ഡബ്ല്യുവിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇതാ സീറോ വെക്ടർ ഡബ്ല്യുവിലുണ്ടാവും. ഇത് ഏത് ഫോമിലാണ്? ഈ ഫോമിലാണ്. ഈ ഫോമിലാണ് ഈ 0 വെക്ടർ. അവസാനത്തെ എലമെൻറ്റ് 0 ആണ്. ഈ ഫോമിലാണ്. അതുകൊണ്ട് എന്താ? ഈ ഡബ്ല്യുവിൻ്റെ അകത്ത് 0 വെക്ടർ ഉണ്ട്. ഇനി നമുക്ക് ഡബ്ല്യുവിലെ 2 എലമെൻറ്റ് കൂട്ടിയാൽ മൂന്നാമത്തെ എലമെൻറ്റിനും ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഡബ്ല്യുവിലെ എലമെൻ്റാണ് ഇത് യു. അതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ്. വി ഡബ്ല്യുവിലെ വേറെ എലമെൻ്റാണ്, ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്താ? ഇതാണ് കിട്ടുക. ഇതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പം ക്ലോസ്ഡ് അണ്ടർ അഡീഷനാണ്. അത് ശരിയാകുന്നുണ്ട്. ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇനി സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യണം. യു ഇതാണ്.
അതിനെ ഒരു സ്കെയിലർ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ കിട്ടിയതോ, അപ്പോൾ ഇതാണ് കിട്ടുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പം യു ഡബ്ല്യൂയിലുണ്ടെങ്കിൽ സി യുവും ഡബ്ല്യൂയിലുണ്ട്, യു ഡബ്ല്യൂയിലുണ്ടെങ്കിൽ സി യുവും ഡബ്ല്യൂയിലുണ്ട്. അതുകൊണ്ട് എന്താ, ഡബ്ല്യു ഇസ് കോസ്റ്റ് അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് ഡബ്ല്യു എന്താ, സബ് സ്പേസ് ഓഫ് ആർ4.